ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഇതിൽ ഇന്ത്യൻ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1938 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. 1938 ഓക്കെ, 1938 നമ്മുടെ INC കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ചൂഷണം ഇന്ത്യയുടെ വികസനം എങ്ങനെ എന്ന് ആ പ്ലാനിങ്ങിനെ കുറിച്ചും അതൊക്കെ ചർച്ച ചെയ്ത് കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നത്. ഓക്കെ, അപ്പം ജവഹർലാൽ നെഹ്റു 1938 ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. അത് മുതലാണ് എന്താണ് ആസൂത്രണത്തെ കുറിച്ച് തുടങ്ങുന്നത്. പക്ഷെ ഇന്ത്യൻ ആസൂത്രണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് മുന്നേ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്, അല്ലെ? M. വിശ്വേശ്വരയ്യ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകത്തില് അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, M. വിശ്വേശ്വരയ്യ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M. വിശ്വേശ്വരയ്യ. ഓക്കെ, സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്ത് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ഒന്നും കൂടി പറയാം, ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ ആസൂത്രണ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് മാത്രമല്ല ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15 ആയിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, വിശ്വേശ്വരയുടെ ജന്മദിനമാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. ഓക്കെ, 1938. അത് കേട്ട് നമ്മുടെ ഗാന്ധിജിയിലേക്ക് പോകുന്നത് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയം JC കുമരപ്പയാണ് എന്താണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ നമ്മൾ പറഞ്ഞായിരുന്നു. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പഠന പദ്ധതികള് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ എഴുതിയത്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ആശയങ്ങൾ അദ്ദേഹം വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ആ ഹിന്ദു സ്വരാജ് പുസ്തകം പറയുമ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ട്രസ്റ്റിഷിപ്പാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ട്രസ്റ്റിഷിപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മഹാത്മാഗാന്ധിയുടെ ആശയം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ട്രസ്റ്റിഷിപ്പാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആശയം ട്രസ്റ്റിഷിപ്പാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മഹാത്മാഗാന്ധിയുടെ ആശയം അറിയപ്പെടുന്നതാണ് ട്രസ്റ്റിഷിപ്പ്. അദ്ദേഹം സാമ്പത്തിക ആശയങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തകമായ ഹിന്ദു സ്വരാജിലാണ് 1909 അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ബോംബെ പ്ലാൻ നിങ്ങൾക്ക് അറിയാലോ. ബോംബെ പ്ലാൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? പെൻഷി, സെമീന, സീമ? അറിയാം സാർ, പക്ഷെ ഒന്ന് പറഞ്ഞോളൂ, കേൾക്കുമ്പോ ഓക്കെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ എല്ലാം ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. അത് ആ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. 1944 എന്ത് നിലവിൽ വന്നത്? ബോംബെ പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, ബോംബെ പദ്ധതി നിലവിൽ വന്നത് ആരൊക്കെയാണ്? JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ, MD ഷ്രോഫ്, കസ്തൂർബായി, ലാൽഭായ് ശ്രീറാം എന്നിവരാണ് ഈ പ്രമുഖ ബോംബെ പ്ലാനിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികൾ. അതൊന്നും ചോദിക്കൊന്നുമില്ല. അങ്ങനെ എല്ലാരെ കുറിച്ചൊന്നും ചോദിക്കാൻ ചാൻസ് എല്ലാം കുറവല്ലേ? അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ബോംബെ പ്ലാൻ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശർ
അർദേശിർ ദലാൽ. കാരണം ഇതിൽ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ കുറച്ചിപ്പം ഇപ്പൊ ഒരാൾ പറഞ്ഞു അറിയാം സാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആരെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയുന്നില്ലെങ്കിൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ, എഴുതിയെടുത്തോളൂ. ഓക്കെ. അപ്പം ഏതാണ് 1944 ബോംബെ പ്ലാൻ നിലവിൽ വന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അർദേശിർ ദലാൽ. അർദേശിർ ദലാൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അർദേശിർ ദലാൽ. ഇദ്ദേഹം തന്നെയാണ് 1944 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്മെന്റിന് നേതൃത്വം നൽകിയത്. പക്ഷെ 1946 ആ സ്ഥാപനം നിരോധിക്കുകയും ചെയ്തു. നിങ്ങളിത് ബോംബെ എന്തായിരുന്നു ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇടക്കാരോ വന്നു വീണ്ടും പോയോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാലോ, എന്താണ് അർദേശിർ ദലാൽ. അർദേശിർ ദലാൽ ഞാൻ ഇടക്കിടക്ക് പറയുന്നില്ല, നിങ്ങൾ തന്നെ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ എഴുതിയെടുക്കണേ. ഓക്കെ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണെന്ന് നിങ്ങൾക്കറിയാം? ജോൺ മത്തായി. അത് ഒരു തവണ ചോദിച്ചായിരുന്നു. ബോംബെ പദ്ധതി, അപ്പൊ ബോംബെ പദ്ധതി 1944 പ്രമുഖ വ്യവസായികളുടെ പേരൊന്നും കൂടി പറയാം. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ, AD ഷിറോഫ്, കസ്തൂർബായ്, ലാൽഭായ്, ശ്രീറാം, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ബോംബെ പ്ലാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. ഒന്നും കൂടി പറയാം, എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന എക്സാമുകളൊക്കെ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം മറ്റു കാണൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കീ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ബുള്ളറ്റിൻ പോയിന്റ് ഒക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിന് വരുന്ന പ്രത്യേകത? നിങ്ങൾ ഇപ്പോൾ എഴുതാൻ വന്ന പ്രിലിമിനറി ബബിൾ ആണെങ്കിൽ മെയിൻസ് എക്സാം ചിലപ്പോൾ നമ്മൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അല്ലെ, എഴുത്ത് പരീക്ഷയല്ലേ, അപ്പൊ അതില് ബുള്ളറ്റിൻ പോയിന്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? റെഡി? യെസ്. അപ്പം എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് എന്ത് ബോംബെ പ്ലാൻ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയത് ആരാണ്? അർദേശിർ ദലാൽ. അർദേശിർ ദലാൽ ആണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മലയാളിയാണ് ജോൺ മത്തായി. ജോൺ മത്തായി ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? ധനകാര്യമന്ത്രി. അങ്ങനത്തെ ധനകാര്യമന്ത്രിയാ? ആദ്യമായിട്ട് ബജറ്റ് ഓക്കെ, യെസ്. റെഡി? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം അതും കൂടി നിങ്ങൾ എഴുതിയെടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 1945 ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതി, അതാണ് പീപ്പിൾസ് പ്ലാൻ, 1945 രൂപം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ MN റോയി ആണ്. ഓക്കെ, MN റോയി ആണ് 1945 ഇന്ത്യൻ ആസൂത്രണം ബന്ധപ്പെട്ട ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്ന 1945 രൂപം നൽകിയത് ആരാണ്? രൂപം നൽകിയത് MN റോയ്. ആ വർഷമൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ ജോൺ മത്തായിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ 1947 നമുക്കൊരു ഇടക്കാല ഗവൺമെന്റ് വന്നത് അല്ലെ. ആ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വരുമ്പോൾ രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ, ഇമ്പോർട്ടന്റ് ആണ്, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആണ് ആരാണ്? KC നിയോഗി. നിങ്ങൾക്കറിയാം അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യാവസായിക നയം, ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയും. 1948 ഏപ്രിൽ 6 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യാവസായിക നയം ബ്രാക്കറ്റിൽ ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1948 ഏപ്രിൽ 6 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അഥവാ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. സർവോദയ പദ്ധതി 1950 അവതരിപ്പിച്ച സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ.
ജയപ്രകാശ് നാരായൺ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററിലോട്ട് വരുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഏപ്രിൽ 6 1948 ഏപ്രിൽ 6-നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. സ്പീഡ് കൂടുന്നുണ്ടോ? റിൻഷിക്ക് കുഴപ്പമുണ്ടാവില്ല. സ്പീഡ് കൂടുന്നുണ്ടോ? പറഞ്ഞോ. കൂടുതലാണ് സർ, കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. ശരി ശരി ശരി, ഓക്കെ. എടാ നിങ്ങളുടെ ക്ലാസ് എത്ര വരെ അതറിയോ? ഈ ആഴ്ച കൊണ്ട് തീരുവോ? അടുത്ത ആഴ്ച ഉണ്ടോ ക്ലാസ്? ഓക്കെ ഓക്കെ. കറണ്ട് അഫയേഴ്സിന്റെ നമുക്ക് യൂട്യൂബ് ക്ലാസ് ഈ ആഴ്ചത്തെ 26 വരെയല്ലേ ടൈം ടേബിൾ ഇട്ടത്? സൺഡേ വരെ ഉള്ളത്. 26 സൺഡേ വരെ 24 24. അതെ അതെ. ഓക്കെ ശരി ശരി, നോക്കാം നമുക്ക് നോക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കറണ്ട് അഫയേഴ്സ് സാർ എടുക്കുന്നില്ലേ? ഏതൊരു സാർ എടുക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ആരാണ്? ജയനാണോ? യെസ്. ഏതാണ് സർ? കറണ്ട് അഫയേഴ്സ് എടുക്കുന്നില്ലേ ഒരു സാർ നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് തുടങ്ങി ലാസ്റ്റ് തരുന്നെന്ന് പറഞ്ഞു. ആ ശരി ശരി ശരി, അത് നോക്കാം. അത് റെഡിയാക്കാം. ഞാൻ സാറത് പറയാം, തരിക. യെസ്. അപ്പൊ നമുക്ക് ഇതിലിപ്പോ ഒരു എന്താണ് ഇന്ത്യൻ ആസൂത്രണം എന്ന്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാരണം നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന, നേരിട്ട കുറെ പ്രശ്നങ്ങളിൽ ഒന്നാണ് ആസൂത്രണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പം പറഞ്ഞു വന്നത് ഏതൊക്കെയായിരുന്നു? 1944 ബോംബെ പദ്ധതി അത് പറഞ്ഞു. അതിന് മുന്നേ പറഞ്ഞത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ. ആരാണ് എം വിശ്വേശ്വരയ്യ? അദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ ജന്മദിനമായ ദിവസം എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ്, ഇദ്ദേഹം വലിയൊരു എക്കണോമിസ്റ്റ് ആണ്, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇമ്പോർട്ടന്റ് ആണ്. ഇത് കുറെ എക്സാമ്പിൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ പുസ്തകത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മളൊരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടെ ബുക്ക് അത്? ഓക്കെ, വെരി ഗുഡ്. ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. ഓക്കെ. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. അദ്ദേഹം ആരുടെ ബുക്കാണ്? എം വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ ഏതാണ്? ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. അതിനു മുന്നേ നമ്മളെ എക്കണോമിക് പോളിസിയെ കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും INC സമ്മേളനത്തില് ഏത് സമ്മേളനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ്. ശരിയല്ലേ? 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ. അതെ, ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞു. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ട്രസ്റ്റിഷിപ്പ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മഹാത്മാഗാന്ധിയുടെ ആശയം അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് എന്നാണ്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദ് സ്വരാജ്. ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദ് സ്വരാജ്. അതേപോലെ തന്നെ ഈ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ JC കുമരപ്പ. അതുപോലെ തന്നെ ഗാന്ധിയൻ പദ്ധതി, ഗാന്ധിയൻ പ്ലാൻ ഉണ്ട്. 1944 ഗാന്ധിയൻ പ്ലാനിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ നാരായൺ അഗർവാൾ. ഒന്നുകൂടി പറയാം, ശ്രീ നാരായൺ അഗർവാൾ. ഒന്നുകിൽ പേര് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇല്ല ക്ലിയർ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ചാറ്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ ആ പേര് ടൈപ്പ് ചെയ്തിടാം. ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. കാരണം കുറച്ച് സ്പീഡ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്? 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീ നാരായൺ അഗർവാൾ ആണ്. ഓക്കെ, ശ്രീ നാരായൺ അഗർവാൾ ആണ്. ഓക്കെ, നാരായൺ അഗർവാൾ ആണ്. ക്ലിയർ ആയല്ലോ?
ഓക്കെ സർ. യെസ്. നമ്മൾ ഇന്ന് പറഞ്ഞു 1944 ഏതാണ് ബോംബെ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയതാണ് ബോംബെ പദ്ധതി. JR ടാറ്റ ബിർള ഇവരില്ലാണ്ട് നടക്കൂലല്ലോ. പുരുഷോത്തം ദാസ് താക്കൂർ, ഓക്കെ, ഷിറോഫ്, കസ്തൂർബായ്, ലാൽബായ്, ശ്രീറാം ഇവരൊക്കെയാണ് പ്രധാന വ്യവസായികൾ. ബോംബെ പ്ലാൻ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അർദേശിർ ദലാൽ. ഇദ്ദേഹം തന്നെയാണ് 1940 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്മെന്റിന് നേതൃത്വം നൽകിയത് അദ്ദേഹം തന്നെയാണ്, അർദേശിർ ദലാല്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖനായ മലയാളിയാണ് ജോൺ മത്തായി. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതി നമുക്കറിയാം പീപ്പിൾസ് പ്ലാൻ 1945 രൂപീകരിച്ച പീപ്പിൾസ് പ്ലാന് രൂപം നൽകിയത് MN റോയി. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു പറഞ്ഞായിരുന്നു. അതിന്റെ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ KC നിയോഗിയാണ്. KC നിയോഗി. 1948 ഏപ്രിൽ 6 എന്ത് പ്രഖ്യാപിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം അഥവാ ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചത്. 1950 സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ അറിയപ്പെടുന്ന എന്താണ് എന്ന് പറഞ്ഞേ, പറയടോ. സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പിതാവ്. യെസ്. നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യ സമര നായകൻ. ഓക്കെ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? യെസ്. അദ്ദേഹത്തിന് 2 പത്രങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. യെസ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് പഠിക്കാം. കാരണം നമുക്ക് നമുക്ക് പഠിക്കാനുള്ളത് നീതി ആയോഗാണ്. നീതി ആയോഗ് പറയുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് PC മഹലനോബിസ് ആണ്. എന്തൊക്കെയാണ് PC മഹലനോബിസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് എന്ന് പറയാമോ? യെസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് PC മഹലനോബിസ്. ഓക്കെ. PC മഹലനോബിസ്. ഒരു മിനിറ്റ്. PC മഹലനോബിസ്. ഓക്കെ. PC മഹലനോബിസ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? PC മഹലനോബിസ്. ഇമ്പോർട്ടന്റ് ആണ്, കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ്. ഓക്കെ. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്ക് കൂട്ടാൻ തയ്യാറെടുപ്പ് നടത്തിയത്. ഫസ്റ്റ് ഇന്ത്യൻ ടു അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. പക്ഷെ ഇത് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. ഓക്കെ. ഇന്ത്യൻ
സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിന്റെ സ്ഥിതിവിവര അത് പറയുമ്പോൾ നമുക്ക് NSOSനെ കുറിച്ച് പറയാനുണ്ട്. നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ. ഓക്കെ, ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്ര വിഭാഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ്. ഓക്കെ, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ്. റിൻഷി കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? കിട്ടി സർ. ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പത്രം ഒരു പ്രസിദ്ധീകരണമാണ് സംഖ്യ. ഇത് ചോദിച്ചായിരുന്നു കേട്ടോ. ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. ഓക്കെ, പ്രസിദ്ധീകരണമാണ് സംഖ്യ. ആയിരത്തി 1949 ഒരു ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചത് 1949 ആഗസ്റ്റ് 4-നാണ്. ഓക്കെ, ആഗസ്റ്റ് 4 എഴുതി വെച്ചോളൂ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചത് 1949 ആഗസ്റ്റ് 4-നാണ്. ഓക്കെ, ആ 1949 രൂപീകരിച്ച ദേശീയ വരുമാന കമ്മിറ്റിയിലെ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? PC മഹലനോബിസ്. മറ്റു രണ്ടാൾക്കാരും കൂടി ഉണ്ടായിരുന്നു. അത് ഒന്ന് പ്രൊഫസർ DR ഗഡ്ഗിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഗാഡ്ഗിൽ. പിന്നെ മറ്റൊന്നത് പ്രൊഫസർ VKRV റാവു. ആരാണ് VKRV റാവു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയത് VKRV റാവു. അപ്പൊ 1949 ഓഗസ്റ്റ് 4 VKRV റാവു. ഞാൻ ഇടാം, ചാറ്റിലിടാം. VK ഇതൊന്നും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആവും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് ആ സാധനം കിട്ടിയാൽ മതില്ലേ. VKRV പോരാ? അങ്ങനെ പോരാ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ മലയാളം. ഫസ്റ്റത്തെ അക്ഷരം ലെറ്റർ B ആണോ V ആണോ കൺഫ്യൂഷൻ വന്നതാണ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയോ റിൻഷി? നോക്കി. ക്ലിയർ ആണ് സർ. ഓക്കെ, ചോദിക്കണേ, നിങ്ങൾ ചോദിച്ചോ. അപ്പം VKRV റാവു. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എന്താണ് VKRV, ഇതൊക്കെ എഴുതുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. സംഭവം മനസ്സിലായാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചാറ്റ് ബോക്സിൽ അങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പം അതില് 1949 സ്വതന്ത്ര ആദ്യ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ച 1949 ഓഗസ്റ്റ് 4-നായിരുന്നു. അതിലെ ചെയർമാനായിരുന്നു PC മഹലനോബിസ്. ഗാഡ്ഗിൽ ഉണ്ടായിരുന്നു. VKRV റാവു ഉണ്ടായിരുന്നു. അല്ലെ? ഇതാണ് നമ്മൾ പറഞ്ഞത്. യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നീതി ആയോഗ്. നീതി ആയോഗ് കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷമൊക്കെ കുറെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2015 ജാനുവരി 1-നാണ്. നിങ്ങൾക്കറിയാം. ഇതിനു മുന്നേ നടന്ന LD ഏതാണ്, കുറെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ടല്ലോ, SR ഒക്കെ ഉണ്ടല്ലോ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, അവിടെയൊക്കെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ? അതായിരുന്നു നീതി ആയോഗ് ആയി മാറിയത് അല്ലെ? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ വരെ ഇന്ത്യയിൽ നിലവിൽ വന്ന, അതാണ് ചോദിച്ചത്, ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അതാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അതാണ് നീതി ആയോഗ് അല്ലെ? നീതി ആയോഗ്. ക്ലിയർ ആണല്ലോ? അതിന്റെ ചെയർമാൻ ഇല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ. അറിയാവുന്ന നിനക്ക്. പ്രഥമ ഉപാധ്യക്ഷൻ
ഫസ്റ്റ് ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ചിലവ് ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിലെ ആരാണ്? രാജീവ് കുമാർ. ഓക്കെ, നിലവിലെ ആരാണ്? രാജീവ് കുമാർ. അതുപോലെ തന്നെ ആദ്യത്തെ സിഇഒ ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. സിന്ധുശ്രീ ഖുള്ളർ. ഇപ്പോഴത്തത് അമിതാഭ് കാന്ത്. ഓക്കെ, അമിതാഭ് കാന്ത്. സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എഴുതാൻ പറ്റുന്നില്ല. യെസ്, ഓക്കെ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇപ്പോഴത്തെ നരേന്ദ്രമോദി അല്ലേ? നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അദ്ദേഹത്തിന് ഒരു പുസ്തകം ഇതിനു മുന്നേ ഒരു തവണ ചോദിച്ചായിരുന്നു ആ വർഷം. അത് പറഞ്ഞുതരാം. 2 പുസ്തകങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ഇപ്പോഴത്തത് നിലവിലുള്ളത് ഡോക്ടർ രാജീവ് കുമാർ. ഇപ്പോഴത്തെ ആരാ? ഡോക്ടർ രാജീവ് കുമാർ. ഓക്കെ, ഈ അരവിന്ദ് പനഗരിയുടെ ബുക്കിന്റെ പേര് ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ്. ഇത് ചോദിച്ചായിരുന്നു കേട്ടോ. ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ്. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഖുള്ളർ. ഇപ്പോഴത്തത് അല്ലെങ്കിൽ നിലവിലത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിലവിലത്തെ ആള് അമിതാഭ് കാന്ത്. നിലവിലുള്ളത് അമിതാഭ് കാന്ത്. നിലവിലെ ആള് അമിതാഭ് കാന്ത്. നിലവിലെ ആരാണ്? അമിതാഭ് കാന്ത്. ദ പാത്ത് എഹെഡ് ബ്രാൻഡിംഗ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ദ പാത്ത് എഹെഡ്. ദ പാത്ത് എഹെഡ്. ദ പാത്ത് എഹെഡ്. ദ പാത്ത് എഹെഡ്. ഇത് ആരുടെ ബുക്കാണ് സർ? അരവിന്ദ് പനഗറിയ. ദ പാത്ത് എഹെഡ് ആൻഡ് ബ്രാൻഡിംഗ് ഇന്ത്യ. ബ്രാൻഡിംഗ് ഇന്ത്യ. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് നമ്മള് അത് പറഞ്ഞപ്പോ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, നീതി ആയോഗ് അത്രേ വേണ്ടു. കൂടുതലായിട്ടുള്ള കുറെ പോയിന്റ്സുകളൊന്നും വേണ്ട, വാരി വലിച്ചായിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്ത നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു 2 നോക്കട്ടെ, ഞാൻ നോക്കിട്ട് പറയാം. അപ്പം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഓക്കെ, എന്തിനാണ്? പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനാണ്. മൊണ്ടേക് സിംഗ് അലുവാലിയ അവസാനത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. മൊണ്ടേക് സിംഗ് അലുവാലിയ. കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനെ കുറിച്ച്. അവിടെ നിൽക്കട്ടെ. അപ്പം 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്.
എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15-ന്. അല്ലെ? എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്? ആസൂത്രണ കമ്മീഷനാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു. ഇതൊക്കെ അറിയാത്ത ആൾക്കാർ എഴുതി വെച്ചോളൂ കേട്ടോ. ഇൻ കേസ് അറിയുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലത് എഴുതി വെച്ചാൽ നല്ലതാ. ആസൂത്രണ കമ്മീഷൻ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ഇപ്പൊ 2015-ലാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്, അല്ലെ? അപ്പം അതിനു മുന്നെയാണ് ആസൂത്രണ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷത വഹിച്ചത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ആ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആസൂത്രണ കമ്മീഷന്റെ അവസാനം നമ്മൾ ഈ വൈസ്രോയിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലേ? ഈ കാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, അതുപോലെ തന്നെയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ഞാൻ പറഞ്ഞു, മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. അതേസമയം നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ കേരളത്തില് നിലവിൽ വരുന്നത് 1967 സെപ്റ്റംബറിലാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ആസൂത്രണ കമ്മീഷൻ, നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദ്. MK ഹമീദ്. ഓക്കെ, MK ഹമീദ്. MK ഹമീദ്. നിലവിലെ അധ്യക്ഷൻ ആരാണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ പിണറായി വിജയൻ. നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ. ഡോക്ടർ VK രാമചന്ദ്രൻ. ഡോക്ടർ VK രാമചന്ദ്രൻ. ഡോക്ടർ VK രാമചന്ദ്രൻ. അപ്പൊ ഒന്നും കൂടി പറയാം. 1950 മാർച്ച് 15-ന് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ നിലവിൽ വന്നു. കേരളത്തിൽ നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിന്. ഓക്കെ, എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്? ഈ ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. എല്ലാം ചോദിച്ചതാണ്, എല്ലാം പ്രീവിയസ്ലി PQ ആയിട്ട് വന്ന കാര്യങ്ങളാണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് വരുമ്പോൾ 67 രൂപീകരിച്ചു. മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ആദ്യത്തെ അധ്യക്ഷൻ EMS നമ്പൂതിരിപ്പാട്. ഉപാധ്യക്ഷൻ MK ഹമീദ്. ഓക്കെ, ഇപ്പോഴത്തെ ആരാണ്? പിണറായി വിജയൻ. ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ. ഡോക്ടർ VK രാമചന്ദ്രൻ. ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ദേശീയ വികസന സമിതി എന്നറിയപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണിത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഇതും ഒരു തവണ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. രണ്ടും എഴുതണേ കേട്ടോ, രണ്ടും എഴുതണം നിങ്ങൾ. ദേശീയ വികസന സമിതി എന്താണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അത് നിലവിൽ വന്നത്, സ്ഥാപിച്ചത് എപ്പോഴാണ്? 1952 ആഗസ്റ്റ് 6. ഈ വർഷം എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നിലവിൽ വന്നത്? ഇതിൽ സ്ഥാപിതമായത് 1952 ആഗസ്റ്റ് 6-ന്. ആഗസ്റ്റ് 6-ന്. ആഗസ്റ്റ് 6-ന്. ഓക്കെ, അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ഇതിന് പകരമായിട്ട് വന്നൊരു സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. ഓക്കെ, ഏതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്?
നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965-ലാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965. 1965. റിൻഷി ഏതെങ്കിലും പോയിന്റ് പറയണോ? റിൻഷി ഓക്കെ ആണോ? ശിവരാജ് ഓക്കെ ആണോ? ശിവരാജ് ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്കിനി പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരുന്നത് എവിടെ നിന്നാണ്? USSR. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. അപ്പം എവിടെ നിന്നാണ് കടമെടുത്തത്? USSR എന്നാണ് കടമെടുത്തത്. ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ഇതാണ് സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക മുന്നേറ്റങ്ങളെ കുറിച്ചായിരുന്നു. മറ്റൊന്ന് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ കുറിച്ചായിരുന്നു. വിദ്യാഭ്യാസം നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു. അടുത്ത നമ്മൾ സാമ്പത്തികത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്ന പഞ്ചവത്സര പദ്ധതി അതിൽ വരും. പക്ഷെ ഞാൻ നോക്കിയിട്ട് മുഴുവനായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി നമുക്ക് പറയണ്ട, നോക്കട്ടെ. ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ അതിനുശേഷം ഞാൻ പറയാം. ഓക്കെ, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ, പക്ഷെ അംഗീകാരം നൽകുന്നതോ ദേശീയ വികസന സമിതി. അങ്ങനെ തന്നെ എഴുതണം. രണ്ടും 2 പോയിന്റുകളായിട്ട് എഴുതണം. കാരണം എപ്പോഴായാലും എന്നാലും നിങ്ങൾക്ക് അതെന്താണ് മനസ്സിലാകത്തുള്ളൂ. എന്തിനാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവരുന്നത് വെച്ചാൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഓരോ മേഖലകൾക്ക് അതിൽ പ്രാധാന്യം നൽകും. അതിന് പ്രാധാന്യം നൽകിയിട്ട് അല്ലെങ്കിൽ മുൻഗണന നൽകിയിട്ട് 5 വർഷം കൊണ്ട് ആ ഒരു മേഖലയെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്കും അതിനെ വികസനത്തിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം ഇങ്ങനെ തന്നെ എഴുതണം. കാരണം അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ പ്രത്യേക മേഖലകൾക്ക് എന്താണ് പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മുൻഗണന നൽകിക്കൊണ്ട് ആ 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയും ആ ഒരു പ്രത്യേക മേഖലയുടെ വികസനത്തിന് വേണ്ടിയും തയ്യാറാക്കുകയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം അഥവാ ഉദ്ദേശം എന്നത്. ഓക്കെ, ഉദ്ദേശിക്കുന്നത്. ഓക്കെണ്ണ. അപ്പൊ അതാണ് പഞ്ചവത്സര പദ്ധതികൾ. ഈ പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ചത് നമുക്കറിയാം 2019 ഒരു ചോദ്യമായിരുന്നു. ആരാണ്? ജവഹർലാൽ നെഹ്റു. 1951 മുതലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്. ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാരണം കുറെ ആൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, 1952 ദേശീയ വികസന സമിതി രൂപീകരിച്ചത്. ദേശീയ വികസന സമിതിയല്ലേ പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടത്? അപ്പൊ ആ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ഉണ്ടായിരുന്നു. സംശയം വേണ്ട. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-ന്. ഏപ്രിൽ 1-നാണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികളെ പ്രധാനപ്പെട്ട മേഖലകൾക്ക് എന്താണ് മുൻഗണന നൽകും. ഓക്കെ, പ്രാധാന്യം നൽകും. അതേപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്നത് ഒന്ന് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഓക്കെ,
നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ കൂടുതൽ മുൻഗണന നൽകിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൃഷി, കാർഷികം. ഓക്കെ, കാർഷിക അഭിവൃദ്ധി നേടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർഷികം ഇമ്പോർട്ടന്റ് ആണ്, ജലസേചനം, ജലം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, വൈദ്യുതീകരണം, ഓക്കെ, ഇലക്ട്രിസിറ്റി. ഈ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ, അഗ്രികൾച്ചറിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അഗ്രികൾച്ചറൽ പ്ലാൻ എന്നത് ഫസ്റ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി, അത് അഗ്രികൾച്ചർ പ്ലാൻ. ഓക്കെ, 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്നത് ഇതാണ്, കാർഷിക പദ്ധതി എന്നും കൂടി അറിയപ്പെടുന്നു. അരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്നും കൂടി പറയാം, ആരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. ആരോഡ് ഡോമർ മോഡൽ, ആരോഡ് ഡോമർ മോഡൽ, ആരോഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നു. ഓക്കെനാ? ക്ലിയർ? ഓക്കെ സർ. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം, ഓക്കെ, ആമുഖം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. നമുക്ക് അഭിമാനിക്കാം, മലയാളി. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. മലയാളി. അതിനു മുൻപേ നമ്മൾ എന്താ പറയുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? നെഹ്റു. യെസ്, ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയാം കേട്ടോ. യെസ്, മനസ്സിലായില്ല? അതേപോലെ തന്നെ, പക്ഷെ നിങ്ങൾക്ക് അവിടെയും തെറ്റിപ്പോവാൻ പാടില്ല. എന്താണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ് ആണ്. KN രാജ് ആരാണ്? മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ആരാണ്? KN രാജ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയതും ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബാസൂത്രണം, സാമൂഹിക വികസന പദ്ധതി. ഓക്കെ, സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവയൊക്കെ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. അപ്പൊ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ എഴുതിയാൽ മതി, കുടുംബാസൂത്രണത്തിന്. അപ്പൊ ആദ്യത്തെ പ്രാധാന്യം നൽകിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മള് UGC നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. UGC നിലവിൽ 1953 അല്ലെ? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത്. കുടുംബാസൂത്രണം കഴിഞ്ഞിട്ട് പിന്നെന്ത് പറഞ്ഞില്ലായിരുന്നു? കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. 1952 ഒക്ടോബർ 2-നാണ്. ഓക്കെ, 1952 ഒക്ടോബർ 2-നാണ് എന്ത്? സാമൂഹിക വികസന പദ്ധതി. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ്. ഓക്കെ, ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ, അതാണ് സാമൂഹിക വികസന പദ്ധതി. എപ്പോഴാണ് പദ്ധതിക്ക് ആരംഭിച്ചത്? 1952 ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്താ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സരയുടെ കാലത്താണ്, 1953.
പക്ഷേ UGC ആക്ട് പാസ്സാക്കിയ വർഷം 1956. 1956. ക്ലിയർ ആണല്ലോ. മറ്റൊന്ന് പ്രത്യേകത, ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി ഇമ്പോർട്ടന്റ് ആണിത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത്. എഴുതിക്കോളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറയുന്നത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഒന്നും കൂടി പറയാം. അണക്കെട്ടുകൾ. എന്താ സീമ അറിയാന്നാണോ? അതുകൊണ്ടാണോ? സീമ പറയൂ സീമ. യെസ്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞത് കുറച്ച് അറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഓക്കെ. ഷിമിതക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഷിമിത എന്താ ഷിമിത? പറയാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ. റിൻഷി. ഹിരാക്കുഡ്, ബക്രാനങ്കൽ, പിന്നെ ഏതൊക്കെയാണ് അണക്കെട്ടുകൾ പറഞ്ഞത്? നിക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ അത് പറയാനുള്ള കാരണം ഇതാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇത് പറയാനുള്ള സാഹചര്യം ആ ഒരു കാലഘട്ടം ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ആരംഭിച്ചത് പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളാണ്. ഒന്ന് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ഓക്കെ ആണോ റിൻഷി? യെസ്. അപ്പൊ ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. വേറെ ആരോ ഒരു ഡൗട്ടും കൂടി പറഞ്ഞ് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞായിരുന്നു. അതാരായിരുന്നു? ആതിര നായർ. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മള് ഒന്നാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതിന്റെ കാലഘട്ടം 1951-56. ഒരു തവണ ഈ കാലഘട്ടം ചോദിച്ചായിരുന്നു. 5 വർഷത്താണ് കാലഘട്ടം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. 1951-56 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏരിയാസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഓക്കെ. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പ്രാധാന്യം നൽകിയ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് ചോദിച്ചാല് ഇമ്പോർട്ടന്റ് ഏരിയാസ്. ഓക്കെ. ഏതൊക്കെയാണ്? കൃഷി, അഗ്രികൾച്ചർ, ജലസേചനം, വൈദ്യുതീകരണം. ഈ കാർഷിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോഡ് ഡോമർ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. ഹാരോഡ് ഡോമർ മോഡൽ. ഓക്കെ. ഹാരോഡ് ഡോമർ മോഡൽ. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത്. കുടുംബാസൂത്രണം. ഓക്കെ. കുടുംബാസൂത്രണം. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, സാമൂഹിക വികസന പദ്ധതി എന്നിവ ആരംഭിച്ചത് എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് 1952 ഏതാണ്? ഒക്ടോബർ 2-നാണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഒക്ടോബർ. അതെന്തുകൊണ്ടാണ് കണക്ട്? അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. സാമൂഹിക വികസന പദ്ധതി, ഗ്രാമങ്ങളിലെ ഭൗതിക ജീവിതങ്ങൾ. ഓക്കെ. വിഭവങ്ങളും പരിപൂർണമായ വികസനമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം എന്നതാണ് സാമൂഹിക വികസന പദ്ധതി. 1952
ഒക്ടോബർ 2. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വന്നത് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ആക്ട് പാസ്സാക്കിയത് 1956. ഏത് വർഷം? ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് നിലവിൽ വന്ന വർഷം. ഏത് പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര? 51 മുതൽ 56 വരെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളായ ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. യെസ്. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ തുടങ്ങിയ മുതൽ ഏകദേശം 1 മണിക്കൂറായില്ല തുടങ്ങിയിട്ട്. നമ്മൾ തുടങ്ങിയത് മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു ഏരിയ ഞാൻ വിട്ടുപോയതോ ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയതോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ? ഡോക്ടർ വി കെ രാമചന്ദ്രൻ. ഡോക്ടർ വി കെ രാമചന്ദ്രൻ ഇപ്പോഴത്തത്. ആദ്യത്തേത് എം കെ ഹമീദ് ആണ് കേട്ടോ. എം കെ ഹമീദ്. ഇപ്പോഴത്തത് ഡോക്ടർ വി കെ രാമചന്ദ്രൻ. ഓക്കെ? 1991 വരെയുള്ള ഇന്ത്യൻ ന്യൂ എക്കണോമിക് പോളിസി. ഓക്കെ, പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച് അതുവരെ നമുക്ക് പറയാം. അതുവരെ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ റെഡി ആണെങ്കിൽ നമുക്ക് എല്ലാ പഞ്ചവത്സര പദ്ധതികളും പറയാം. പക്ഷേ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ. അതിനിടയ്ക്ക് കുറച്ച് അതിന്റെ ഗ്യാപ്പിൽ കയറുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പക്ഷെ നമ്മൾ പഞ്ചവത്സര പദ്ധതിയും കാലയളവുകളും അതും കൂടി നമുക്കൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബൈ ഹാർട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ റിൻഷി ചോദിക്കുക? ഗവേണിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഈ ദേശീയ വികസന സമിതിക്ക് പകരം വന്നതാണോ? പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. NDC. ഓക്കെ, ദേശീയ വികസന പദ്ധതി. യെസ്. അപ്പൊ നമ്മൾ 1 കംപ്ലീറ്റ് ആയി. 2 സ്പീഡ്, കുറച്ച് സ്പീഡ് കൂട്ടിയാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ 2-3 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, പക്ഷെ കുറച്ച് സ്പീഡ് കൂട്ടി പറയാം. ഓക്കെ,
നമ്മള് ആദ്യത്തേത് കാർഷികത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത് അല്ലെ. കാർഷിക മേഖലയ്ക്കാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തത്. പക്ഷെ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് നമുക്ക് കാർഷികം മാത്രം പോരാ, വ്യവസായം കൂടി വേണമല്ലോ. അപ്പൊ വ്യാവസായിക പദ്ധതി, വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം വരുന്നത്? ഏതായിരിക്കും വർഷം വരുന്നെന്ന് പറഞ്ഞേ? 1956 മുതൽ 56 മുതൽ 61 വരെ. 61 വരെ. യെസ്, ഇന്നുവരെ അല്ലേ? അതാണ്. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് കൂടണം. അതും ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. 1956 മുതൽ 61 വരെ. അപ്പം വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? കാർഷിക പദ്ധതി എന്നും, അല്ലെ? അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അരോഡ് ഡോമർ മോഡൽ എന്ന് പറഞ്ഞായിരുന്നു. അതിന് പകരം ഇവിടെ പറയുന്നത് മഹലനോബിസ് മാതൃക. കുറെ തവണ ചോദിച്ചതാണ്, ഇതൊക്കെ കുറെ തവണ ചോദിച്ചതാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി. അപ്പൊ ഇതാണ് വ്യവസായവൽക്കരണം, ഗതാഗത വികസനം ഒന്ന്. മറ്റൊന്നറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതും ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 1955 നമ്മുടെ ഹിസ്റ്ററിയിലോട്ട്, ചരിത്രത്തിലോട്ട് പോവാണ്. കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിന്റെ ലക്ഷ്യം സോഷ്യലിസ്റ്റ് രീതിയിലുള്ള വികസനമാണ് എന്ന് പറഞ്ഞായിരുന്നു. ആ സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കുണ്ടായിരുന്നു. ഓക്കെ, സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും ആർക്കുണ്ടായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ദേശീയപാത നിയമം, ദ നാഷണൽ ഹൈവേസ് ആക്ട് നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. മറ്റൊരു പ്രത്യേകത എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്നാണ്, ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ ഇതിൽ വിട്ട കാര്യങ്ങള് എന്താ വെച്ചാല് ഇതിന്റെ വളർച്ചാ നിരക്കുകൾ ഉണ്ടായിരുന്നു. അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് ആ വളർച്ചാ നിരക്കുകളെ കുറിച്ച് ഞാൻ പറയാത്തത്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതികൾക്ക് ജലസേചന വകുപ്പുകളാണ് ആരംഭിച്ചതെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതികൾക്ക് ഇരുമ്പ് ഉരുക്കുശാലകൾ ആരംഭിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ദുർഗാപൂർ, ബീലായി, റൂർക്കേല. ഒന്നുകൂടി പറയാം, ദുർഗാപൂർ, ബീലായി, റൂർക്കേല. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഈ 3 സ്ഥലങ്ങൾ എവിടെയാണ് നിങ്ങൾ കണ്ടെത്തിക്കോ. 3 സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ ബാച്ച്മേറ്റ്സിന് ചിലവും പറയായിരിക്കും. സീമ അറിയെങ്കിൽ പറഞ്ഞോ. സീമ, ദുർഗാപൂർ, ബീലായി, റൂർക്കേല. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കണക്ട് ചെയ്ത് പഠിക്കണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ജലസേചനത്തിനും കൂടി ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഏതാണ്? ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. രണ്ടാമത്തിലായിരുന്നു വ്യവസായത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. അപ്പൊ ഇരുമ്പുരുക്ക് ശാലകള് ഏതാണ്? 3 ഇരുമ്പുരുക്ക് ശാലകൾക്ക് നിർമ്മാണാനുമതി ലഭിച്ചു. ഏതൊക്കെയാണ്? ദുർഗാപൂർ, ബീലായി, റൂർക്കേല. അല്ലെ? ഈ 3 സ്ഥാനങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്. 61 വരെയാണ്. എന്താണ്? വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. 1955 കോൺഗ്രസ് സമ്മേളനത്തിന്റെ ലക്ഷ്യമായിരുന്ന സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നതുകൂടെ എന്തിന്റെ ഉദ്ദേശമായിരുന്നു? രണ്ടാം ആയിരുന്നു. ഓക്കെ, പറഞ്ഞായിരുന്നു. അതാ സീമ പറഞ്ഞത് കണ്ടോ? യെസ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബീലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. അല്ലെ? നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വന്ന നിയമങ്ങളായിരുന്നു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആക്ട് ഏതായിരുന്നു?
ദ നാഷണൽ ഹൈവേസ് ആക്ട് 1956. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? സെമീന ഏതെങ്കിലും പോയിന്റ്? യെസ്, വെരി ഗുഡ്. ഓക്കെണാ? അപ്പൊ അടുത്തത് നമുക്ക് മൂന്നാം പഞ്ചവത്സരം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. നിങ്ങൾ ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക. പിന്നെ നമുക്ക് ആ കറക്റ്റ് എന്താണ് ആ ഒരു കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. കമ്പാരിസൺ വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആദ്യത്തേത് കാർഷിക മേഖല, രണ്ടാമത്തേത് വ്യാവസായിക മേഖല. ഓക്കെ, ആദ്യത്തേത് ജലസേചന വകുപ്പുകൾ, ബക്രാനങ്കല്, ഹിരാക്കുഡ്, ദാമോദർ വാലി. രണ്ടാമത്തേല് 3 ഇരുമ്പുരുക്ക് ശാലകൾ, ദുർഗാപൂർ, ഭീലായി, റൂർക്കേല. ആ സ്ഥലങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, നല്ലതായിരിക്കും. ആദ്യത്തേല് UGC ആക്ട് വന്നായിരുന്നു. രണ്ടാമത്തേല് നാഷണൽ ഹൈവേസ് ആക്ട് വന്നായിരുന്നു. ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തത് എന്താണ്? അരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. രണ്ടാമത്തത് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. SR സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വന്ന ഒരു ചോദ്യത്തിലുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഒന്ന് ഇത് എഴുതുക. ഇമ്പോർട്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. ഓക്കെ, സമ്പദ്ഘടന. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സമയത്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്താണ് 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്ന്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം നടന്ന് 1962. 1965 ഇന്ത്യയുടെ പാക് യുദ്ധവും നടന്നായിരുന്നു. ഓക്കെ, കാരണം ഇതിന്റെ എന്താണ് പ്രശ്നം? കടുത്ത വരൾച്ച കാരണം നമുക്ക് എന്താണ് ഇതിന്റെ പഞ്ചവത്സരയുടെ വളർച്ച നമുക്ക് എന്താണ് നേടാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു? മൂന്നാം പഞ്ചവത്സര പദ്ധതി. 2 യുദ്ധങ്ങൾ നടന്നു. 62 ഇന്ത്യ ചൈന യുദ്ധവും 65 ഇന്ത്യ പാക് യുദ്ധവും നടന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനിയൊരു 3 വർഷത്തേക്ക് എന്താണ് പഞ്ചവത്സര പദ്ധതി നടന്നില്ല. അതിനാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ഏതാണ്? 1966 മുതൽ 69 കാലഘട്ടത്തെയാണ്, 3 വർഷത്തെ കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാലാം പഞ്ചവത്സര പദ്ധതി. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത ഗഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ഞാൻ ഇയർ ചോദിക്കാൻ വന്നു. ഇയർ അറിയത്തില്ല എന്തുവാണ്. ഏത് ഇയറാ വേണ്ടത്? ആതിരക്ക് പറഞ്ഞു. ആതിര, തേർഡ് പ്ലാനിന്റെ ഇയർ പറഞ്ഞില്ലല്ലോ. സോറി, തേർഡ് പ്ലാനിന്റെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഇയർ. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ, അടുത്ത 5 വർഷം. ഓക്കെ, അടുത്ത 5 വർഷം. ഓക്കെ, യെസ്, അടുത്ത 5 വർഷം. നാലാമത്തതിന്റെ പ്രത്യേകത ദേശസാൽക്കരണം. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയിലൂടെ 1969. ആ വർഷം ചോദിച്ച ആളെടുത്ത് ആ വർഷം ദിബിനെ എഴുതിക്കോളൂ. നാലാം പഞ്ചവത്സര പദ്ധതി 69, 74, 3 വർഷം ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. ആ ഒരു അറിയപ്പെടുന്നത് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ നടന്നു. ദിബിൻ നോട്ട് ചെയ്യണേ. ഏറ്റവും വലിയ പ്രത്യേകത 71 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. അപ്പം മൂന്നാമത്തേല് 2 യുദ്ധം, 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാക് യുദ്ധം, 71 ഇന്ത്യ പാക് യുദ്ധം. ഇന്ത്യയില് ഇന്ത്യ പാക് യുദ്ധം നടന്നായിരുന്നു. ഇന്ത്യ പാക് യുദ്ധം 65 നടന്നു, 71 നടന്നു. മാറിപ്പോകരുത്. ഓക്കെ,
ഗഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് മറ്റൊരു പ്രത്യേകത? ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 1969. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം, ആ വർഷം നിങ്ങൾ നോട്ട് ചെയ്യണം, 1969. ഓക്കെ, 4ാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോടുകൂടിയ വളർച്ച, നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സ്ഥിരത ഉണ്ടാകണമെന്നും ശാസ്ത്രീയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പം യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഏതാണ്? ഗഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതാണ് 4ാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോടെയുള്ള വളർച്ചയും അടുത്ത പോയിന്റ് എന്താണ്? സ്ഥിരതയോടു കൂടിയ വളർച്ച, ശാസ്ത്രീയത്വം നേടിയെടുക്കുക എന്നതായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ സർ. യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട അടുത്ത 5ാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെയാണ്. ഈ സമയത്ത് എന്താണ് പ്രത്യേകത? നമ്മുടെ അടിയന്തരാവസ്ഥ അല്ലെ? അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ നിങ്ങൾ ആലോചിക്കണേ, അത് ഈ ഒരു സമയത്താണ്. അതിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇന്ദിരാഗാന്ധി യെസ്, അതിനു മുന്നേ തയ്യാറാക്കിയത് DP ധർ ആണ്. ഇത് തയ്യാറാക്കിയത് 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. പ്രാധാന്യം നൽകിയ മേഖലകള് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് നിങ്ങൾക്ക് പറയുമ്പോഴേ അറിയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഓർമ്മ വരും. സ്വയം പര്യാപ്തത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നു, സ്വയം പര്യാപ്തത. ഈ 2 മേഖലകൾക്കാണ് പ്രാധാന്യം നൽകിയത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി അല്ലെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പരിപാടിയാണ് ഏതാണ്? ഗരീബി ഹഠാവോ. 5ാം പദ്ധതി 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഗരീബി ഹഠാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരായിട്ടായിരിക്കും? 75 ഇന്ദിരാഗാന്ധി ആയിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ആലോചിക്കുമ്പോഴേ 5ാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നു കാണുന്നത്. ഏറ്റവും കൂടുതൽ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ചോദിച്ചിട്ടൊന്ന് കണ്ടായിരുന്നു. ഒന്നാമത്തത് കാർഷിക മേഖല, രണ്ടാമത്തത് വ്യാവസായിക മേഖല അല്ലെ? മൂന്നാമത്തത് എന്താണ്? സ്വയം പര്യാപ്തതാണ് പറയുന്നത്. അതിൽ കൂടുതൽ യുദ്ധങ്ങളെ കുറിച്ചാണ് അതിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. 4ാമത്തത് ഗഡ്ഗിൽ മോഡല്, അതിലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ 5ാം പഞ്ചവത്സര പദ്ധതി 1ഉം 2ഉം കഴിഞ്ഞു കഴിഞ്ഞാല് 5ആണ് പ്രധാനപ്പെട്ടത്. 1ഉം 2ഉം വന്നു, 3ല് യുദ്ധങ്ങൾ നടന്നു. യുദ്ധങ്ങൾ ആലോചിച്ച് നോക്കാം. 3ലും 4ലും 5ൽ വരുമ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി. തയ്യാറാക്കിയത് DP ധർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത, ഈ 2 മേഖലകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് അല്ലെ? ഏതാണ് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം? ഇങ്ങനെയാണ്. ഇത് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റൻ. ഗരീബി ഹഠാവോ ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ്, പ്ലീസ് അണ്ടർലൈൻ. ജോലിക്ക് കൂലി എന്ന പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ജോലിക്ക് കൂലി. അടിയന്തരാവസ്ഥ വന്നു. അങ്ങനെ 1978 മൊറാർജി ദേശായി വന്നു. മൊറാർജി ദേശായി 1 വർഷം മുമ്പേ എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. ഇതും ക്ലിയർ ആയിട്ട് നടന്നില്ല. കാരണം അടിയന്തരാവസ്ഥ കാരണം എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയമായിരുന്നു. പരാജയമായിരുന്നു പറയാൻ പാടില്ല. നിരക്ക് കൈവരിക്കാനായി അവരത് അച്ചീവ് ചെയ്തു. ഓക്കെ, വളർച്ച അത് വേണ്ട. വളർച്ച നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കത് അതിന്റെ ആവശ്യമില്ല.
അടുത്ത നമുക്ക് പ്ലാൻ ഹോളിഡേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വരുന്നത് റോളിംഗ് പ്ലാൻ. 1978-88 കാലഘട്ടം. 1978 മൊറാർജി ദേശായി അധികാരം ഏറ്റെടുത്തു. അധികാരത്തിൽ വന്നതോടെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ്, ഈ വർഷം നിങ്ങൾ ആലോചിക്കണം, 1978-88 കാലഘട്ടത്തിലാണ്. ആ പ്രിൻഷി, അപ്പോ മറ്റത് 1974 to 79 വരെ ഇല്ല. 79 വരെയാണ് നമ്മൾ കാലഘട്ടം പറയേണ്ടത് 5 വർഷം പറയുമ്പോൾ. പക്ഷേ ഈ മൊറാർജി ദേശായി വന്നതോടെ എന്തായി, ഈ അത് മൊറാർജി ദേശായി അധികാരത്തിൽ വന്നല്ലോ. മൊറാർജി ദേശായി വന്നതോടെ എല്ലാം അതങ്ങനെയാണല്ലോ, ഒരു ഗവൺമെന്റ് ഒരു പഴയ ഗവൺമെന്റ് ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യും. ഈ സമയത്താണ് എന്താണ് ഗവർണർമാരൊക്കെ കംപ്ലീറ്റ് പഴയ ഗവർണർമാരെ ഇതാക്കിയിട്ട് പുതിയ ഗവർണർമാരെ നിയമിക്കുന്നത്. പക്ഷെ കാലഘട്ടം അതാണ്. പക്ഷെ റിൻഷി ചോദിച്ചതുപോലെ നമ്മൾ എഴുതുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം 1974 മുതൽ 78 വരെ ഉള്ളൂ 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്താണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവരുന്നത്. ഏതാണ് 1978 മുതൽ 80 കാലഘട്ടം അല്ലെ. അപ്പം റോളിംഗ് പ്ലാൻ സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിനു പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റോളിംഗ് പ്ലാൻ ആദ്യം പറഞ്ഞത് പ്ലാൻ ഹോളിഡേ 1966 മുതൽ 1969 വരെ. ഈ വർഷങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആലോചിച്ചിട്ടുള്ളത്. അപ്പം 5ാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധിക്ക് എന്ത് പോയി, അധികാരം നഷ്ടപ്പെട്ടു. മൊറാർജി ദേശായി വന്നു, ജനതാ ഗവൺമെന്റ് വന്നു. ജനതാ ഗവൺമെന്റ് ഒരു വർഷം മുന്നേ അവസാനിപ്പിച്ചു. 1978-88 കാലഘട്ടത്തെ റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങളൊന്ന് എഴുതിച്ചോളൂ, ഗുണ്ണാർ മിർഠാൽ. ഞാൻ ചാറ്റിലിടാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഗുണ്ണാർ മിർഠാൽ. ഇത് ഇമ്പോർട്ടന്റ് ആകാൻ കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഏഷ്യൻ ഡ്രാമ. ഞാൻ ചാറ്റിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഏഷ്യൻ ഡ്രാമ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഠാൽ ആണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് ഏഷ്യൻ ഡ്രാമ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗുണ്ണാർ മിർഠാലിന്റെ ഏഷ്യൻ ഡ്രാമ എഴുതിയത് ആരാണ്, രചയിതാവ് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു, റോളിംഗ് പ്ലാൻ പറഞ്ഞു. 2 കാര്യങ്ങൾ ഇത് ആലോചിച്ച് വെക്കേണ്ടത്. റോളിംഗ് പ്ലാനിന്റെ വർഷം നിങ്ങൾ ആലോചിച്ച് വെക്കുക, പ്ലാൻ ഹോളിഡേ വർഷം നിങ്ങളും ആലോചിച്ച് വെക്കുക. പ്ലാൻ ഹോളിഡേ 3 വർഷമാണെങ്കിൽ റോളിംഗ് പ്ലാന് 2 വർഷം. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി. 1980 മുതൽ 85 വരെ. 1980 മുതൽ 85 വരെ. ആറാം പഞ്ചവത്സര പദ്ധതി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അവിടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവന്നു. ഇവിടെയാണ് കുറെ പദ്ധതികളായ RLEGP, IRDP. ചോദിച്ചിരുന്നത് ഇതാണ്, IRDP എന്ന തൊഴിൽ വികസന പദ്ധതി നടപ്പിലാക്കിയത് ഏത് പദ്ധതിയാണ്? IRDP ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതി IRDP ആണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ. ഓക്കെ,
DWCRA ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. കൂടുതലായിട്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള ഏരിയകൾ നമുക്കതിൽ പറയാനില്ല. ഇത് കംപ്ലീറ്റ് ഒന്നുകൂടെ പറയാമോ സർ? ബ്രീഫായിട്ട്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത ഏതാണ്? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഓക്കെ, ഈ സമയത്താണ് IRDP തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. 6ാം പഞ്ചവത്സര പദ്ധതി. RLEGP അതുണ്ട്. NREP അല്ല, ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് IRDP ആണ്. IRDP മേളകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഏതാണ്? ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്, DWCRA പദ്ധതി ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അത് ആരംഭിച്ചത്. ഓക്കെ, ND അതെന്താന്ന് വെച്ചാൽ IRDP മാത്രം എഴുതിയാൽ മതി, ബാക്കിയൊന്നും എഴുതുന്ന വളരെ ഇമ്പോർട്ടൻറ്റ്. IRDP മാത്രം എഴുതിയാൽ മതി. IRDPയും NREPയും കൂടി എഴുതിയാൽ മതി. ഓക്കെയാണ് സർ. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെ. 85 മുതൽ 90 വരെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ആര് വന്നു? രാജീവ് ഗാന്ധി വന്നു. ഇന്ത്യൻ വാർത്താവിനിമയ രംഗത്തും ഗതാഗത മേഖലകളിലും വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി. ഇങ്ങനെയാണ് ചോദ്യം വന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ വാർത്താവിനിമയത്തിനും ഗതാഗത മേഖലകളിലും പുരോഗതി കൈവരിച്ച പദ്ധതിയും ഏതായിരുന്നു? 7ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതിന്റെ ലക്ഷ്യവും കറക്റ്റ് ആയിരുന്നു. ലക്ഷ്യം വെച്ച പദ്ധതിയെക്കാളും 1% കൂടുതലായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഏതാണ്? നമ്മള് ലക്ഷ്യം നേടിയായിരുന്നു നമ്മളിത്. ഓക്കെ, 5% ആയിരുന്നു. 5% ലക്ഷ്യം വെച്ച് ഈ പദ്ധതി 6% വളർച്ചാ നിരക്ക് കൈവരിച്ചു. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ വെച്ചാൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതി. അതുകൊണ്ടാണ് ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരുന്നത്. ഓക്കെ, എന്താണ്? വാർത്താവിനിമയ രംഗത്തും ഗതാഗത മേഖലയിലും വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയാണ് ആരാണ്? 7ാം പഞ്ചവത്സര പദ്ധതി. ഈ വാർത്താവിനിമയ രംഗത്തും പുരോഗതിക്കും നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. അദ്ദേഹത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡയായിരുന്നു. ഒന്നും ആവശ്യമില്ല, ഒരു മിനിറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാല് 7ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇന്ത്യക്ക് വൻ വാർത്താവിനിമയവും ഗതാഗത മേഖലയിലും വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയാണല്ലോ 7ാം പഞ്ചവത്സര പദ്ധതി. എന്തുകൊണ്ടാ വെച്ചാല് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഈ രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവുണ്ടല്ലോ, അതാണ് ആ ഒരു ഏരിയ ആണല്ലോ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഇമ്പോർട്ടന്റ് ആയി.
സാങ്കേതിക ഉപദേഷ്ടാവ്. ഓക്കെ, ആ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നത് സാം പിത്രോഡ അല്ലെ? അതുകൊണ്ടാണ് അതിന് ആ ഒരു ചോദ്യം വന്നത് കേട്ടോ. സാം പിത്രോഡ. 5% ലക്ഷ്യം വെച്ച പദ്ധതി എന്താണ്? 6% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പുത്തൻ സാമ്പത്തിക നയം 1991. 1991 ഈ സമയത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് നടപ്പിലാക്കിയ പദ്ധതി വാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. 1990 മുതൽ 92 വരെ, 92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതിക്ക് വാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. വാർഷിക പദ്ധതി. പുത്തൻ സാമ്പത്തിക നയം ഇമ്പോർട്ടന്റ് ആണ്. കാരണം BOT ഒക്കെ കൊണ്ടുവന്നത് ഇതാണ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അത് തന്നെ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലെ? അത് നമ്മൾ ഈ കൊച്ചി രാജ്യാന്തര വിമാനം നിലവിൽ വന്നത് അതിലൂടെയാണല്ലോ. യെസ്. അപ്പം ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് അങ്ങനെ എഴുതിയാൽ മതി. ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയം 1991 എഴുതിക്കോളൂ. ഏതാണ് ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്? ആരുടെ കാലഘട്ടത്താണ്? PV നരസിംഹറാവു ഗവൺമെന്റ് വന്ന സമയത്താണ്. ഓക്കെ, ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് PV നരസിംഹറാവു ഗവൺമെന്റ് നിലവിൽ വന്ന സമയത്തായിരുന്നു. കാലഘട്ടത്താണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം. ഈ സമയത്തെ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പുത്തൻ സാമ്പത്തിക നയം 1991 നിലവിൽ വരുമ്പോൾ ആ കാലഘട്ടത്തിലെ ആരാണ്? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നത്. ഓക്കെ, പുത്തൻ സാമ്പത്തിക നടപ്പിലാക്കിയ സമയത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ സമയത്താണല്ലോ എന്താണ് പ്രൈവറ്റൈസേഷൻ, അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വരുന്നത് ഈ സമയത്തല്ലേ? എഴുതിക്കോളൂ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങള് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം. ഏതാണ് ഉദാരവൽക്കരണം? ഓക്കെ, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുക, ലിമിറ്റ് ചെയ്യുക, അതാണ് ഉദാരവൽക്കരണം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം അല്ലെ? സ്വകാര്യവൽക്കരണം. മൂലധനം ഉദാരവൽക്കരണം ഒന്നുകൂടെ പറയാമോ? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും
സ്വാധീനവും പരിമിതപ്പെടുത്തൽ. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം. ഓക്കെ സർ. യെസ്. അടുത്തത് മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക്. 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 മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം. മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയപ്പെടുന്നതാണ് ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്നതാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം. അടുത്തത് റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. BOT ഒക്കെ വന്നത് ഇതിലൂടെയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചാൽ പറയണം. BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും മുതൽമുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നത്. പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നത്. പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നത്. BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ.
ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നത്. മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നത്. മുതൽ മുടക്കിനനുസരിച്ച് മുതൽ മുടക്കിനനുസരിച്ച് മുതൽ മുടക്കിനനുസരിച്ച് മുതൽ മുടക്കിനനുസരിച്ച് മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, PPP. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഓക്കെ, സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. അതന്നെ സീമ എന്താ ചോദിച്ചേ? അറ്റൻഡൻസ് ആണ്. സാർ എന്താ പബ്ലിക് പ്രൈവറ്റ് ബാക്കി എന്താ പറഞ്ഞ? പാർട്ണർഷിപ്പ്, PPP. യെസ്. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. ഈ 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ്, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. ഓക്കെ, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ അഥവാ മാനവ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. ഓക്കെ, ഏതാണ്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. ഇത് 92 to 97 ആണോ? 1992 മുതൽ 97 വരെ. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പറയാം. ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഞ്ചായത്തി രാജ് സംവിധാനം 1993 ഏപ്രിൽ 24 നിലവിൽ വരുന്നത്. ഈ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം 1993 ഏപ്രിൽ 24. ഈ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത്. 1995 ജാനുവരി 1. ഓക്കെ, അപ്പൊ ഒന്ന് പഞ്ചായത്തി രാജ് സംവിധാനം വന്നത് 1993 ഏപ്രിൽ 24. അടുത്തത് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജാനുവരി 1. 1995 ജാനുവരി 1.
യെസ്. അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നിലവിൽ വന്നത് ഈ സമയത്താണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 92-ലാണോ സർ? 92. അപ്പം മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാനവ ഹ്യൂമൻ ഡെവലപ്മെന്റ്, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ഇതൊക്കെ 8ാം പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്തി രാജ് സംവിധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി, 1997 മുതൽ 2002 വരെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. അത് പറയുമ്പോഴേ അടുത്തൊരു പോയിന്റും കൂടി നിങ്ങൾക്ക് അറിയാലോ. പോരട്ടെ, ഏതാണ് ആ പോയിന്റ്? സീമ. സർ അറിയില്ല. യെസ്, കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി. അത് തന്നെ. ആരാണ്? ശ്രീഷ്മയാണോ? ആരാ? ശ്രീശ്വര അല്ലേ? യെസ്, കുടുംബശ്രീ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ കണക്ട് ചെയ്ത് പറയാൻ കാണാം. എന്താണ് ജനകീയ പദ്ധതി? 1, സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തില്. 2, സ്ത്രീ ശാക്തീകരണം. അടുത്തത് അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് എപ്പോഴാണ്? 1998 മെയ് 17-നാണ് കുടുംബശ്രീ ആരംഭിച്ചത്. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ പ്രധാനപ്പെട്ട പ്രത്യേകതകള്: സർവശിക്ഷ അഭിയാൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനുള്ള സർവശിക്ഷ അഭിയാൻ 2001. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് അഥവാ പോട്ട, ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 മാർച്ച് 28. ഓക്കെ, അപ്പം SSA നിലവിൽ വന്നു. ഭീകരവാദം തടയുന്നതിനായി അങ്ങനെ തന്നെ എഴുതണേ, പോട്ടാന്ന് മാത്രം എഴുതിയാൽ പോരാ. ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് -പോട്ട, POTA, ക്യാപിറ്റൽ ലെറ്റർ ആണ്. 2002 മാർച്ച് 28 നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തി 9ാം പഞ്ചവത്സര പദ്ധതി. ഓപ്പറേഷൻ ശക്തി അപ്പൊ ഏതാണ്? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി അല്ലെ? കുടുംബശ്രീ ആരംഭിച്ചത്, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ആയിരത്തി 1998 മെയ് 17. 2001 എന്താ പറഞ്ഞേ? 2001 SSA. നിങ്ങൾ വായിക്കുന്നൊന്നുമില്ലല്ലേ? സർവശിക്ഷാ അഭിയാനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. യെസ്, SSA നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി 2001. ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് അഥവാ പോട്ട
2002 മാർച്ച് 28 ഇതൊക്കെ നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമെങ്കിൽ എന്താണ് സ്റ്റാറോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തിക്കും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ഓക്കെ, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഗ്രാമീണ വികസനവും, അങ്ങനെ എഴുതിയാൽ മതി, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നോക്കി നോക്കി പഠിച്ചാൽ മതി, എന്നാലേ കിട്ടത്തുള്ളൂ. ആര് വലിച്ചൊക്കെ പഠിച്ചാൽ ഒന്നും കിട്ടത്തൊന്നുമില്ല. കുറെ വർഷങ്ങളും കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് കാണിക്കാനാ. ഓക്കെ, ചോദ്യം വരുന്നത് ഇതിനു മുന്നേ ഒരു LDCയുടെ ഒരു ചോദിച്ചപ്പം ഒരു വർഷം മാത്രമായിരുന്നു ചോദിച്ചത്, ഏതൊരു കാലഘട്ടം. ഓക്കെ, യെസ്. 10ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 2002, 2007. 2002, 2007 കാലഘട്ടത്തിൽ നടന്ന 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്ത് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഇമ്പോർട്ടന്റ് ആണ് കേരള മോഡൽ. ഓക്കെ, വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതിൽ കൂടുതലായിട്ടുള്ള ഒറ്റൊരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് ആലോചിച്ചാൽ മതി. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത 2007, 2012 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച. എല്ലാവരും വേണം. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല, ഒരു പ്രത്യേക മേഖലയെ മാത്രമല്ല, പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലയോ പ്രത്യേക വിഭാഗങ്ങളെയോ അതല്ല, എല്ലാവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. യെസ്. അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ആധാർ പദ്ധതി, ആം ആദ്മി ബീമ യോജന എന്നിവ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ആധാർ പദ്ധതി. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി 2012-17. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. എല്ലാവരും വേണം.
ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് സുസ്ഥിര വികസനമായിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, സുസ്ഥിര വികസനം എന്നത് എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും കൂടി ഉള്ളതെന്ന് പറയുന്നില്ലേ? പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഈ സുസ്ഥിര വികസനത്തെ കുറിച്ച് പഠിക്കുന്നതിനായി UNWCED സ്ഥാപിച്ച കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ബ്രട്ട്ലാൻഡ് കമ്മീഷൻ. സ്പെല്ലിംഗ് പറയോ സർ? ബ്രട്ട്ലാൻഡ് ചാറ്റിലിടാം. ഓക്കെ, ഓക്കെ. അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ബ്രട്ട്ലാൻഡ് കമ്മീഷൻ ആണ് കേട്ടോ. അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ബ്രട്ട്ലാൻഡ് കമ്മീഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് നമ്മുടെ സിലബസിലുള്ള ഒരു ഏരിയ, ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷൻ പറഞ്ഞു, ഇനി നമ്മളെ ശാസ്ത്ര സാങ്കേതിക മേഖലയായിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെ? സർ, ഈ 12ാം പഞ്ചവത്സര പദ്ധതിന്റെ വളർച്ചാ നിരക്ക് എത്രയാണുണ്ടോ സർ? എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് അറിയോ സർ? വളർച്ചാ നിരക്ക് അത് വേണോ? അല്ല, അവസാനത്തെ പദ്ധതി അല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓ ആയിക്കോട്ടെ, സീമ ചോദിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അല്ലേ സീമ? വെറുതെ ചോദിക്കുമല്ലോ സീമ. പറയാലോ. പന്ത്രണ്ടാം പഞ്ചവത്സര കരട് 9% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഓക്കെ, സീമ പോയോ സീമ? ഓക്കെ സർ. 9% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ 2012 ദേശീയ വികസന സമിതി യോഗം, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 8% കുറച്ചു. ഓക്കെ, സർ, താങ്ക് യു. ഓക്കെ. ഓക്കെ. നമുക്ക് GSTയും കൂടി വരുന്നുണ്ട്, നോക്കട്ടെ, നമുക്കത് നോക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഇതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നോക്കട്ടെ, അടുത്തൊരു ക്ലാസ്സും കൂടി കിട്ടുമെന്ന് അറിയില്ല. വരുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 റിവോൾട്ട്, നമ്മള് അതും കൂടി പറയാം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഞാൻ എടുക്കണം എന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞാൻ പറയണം എന്നുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടോ?
അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം.